നമസ്കാരം. കേരളത്തിന് ഓണസമ്മാനമായി പെട്രോൾ, ഡീസൽ വിലയുടെ വില കുറയാൻ പോകുകയാണ്. അതിനൊരു വ്യക്തമായ കാരണം കൂടിയുണ്ട്. അതായത് ക്രൂഡ് ഓയിൽ വില കുത്തിനെ കുറയുകയും അതുകൊണ്ട് തന്നെ ചൈനയുടെയും അമേരിക്കയുടെയും സാമ്പത്തിക മാന്ദ്യം ഇതിനൊരു കാരണമായി. സാമ്പത്തിക മാന്ദ്യം വന്നതോടുകൂടി അവരുടെ എണ്ണ ഉപയോഗം കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ പെട്രോളിയനും ഡീസലിനും രൂപ കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 14 മാസത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കുറഞ്ഞതോടെ ഉപഭോക്താക്കൾക്ക് ആശ്വാസം പകരാൻ അനുകൂലമായ സാഹചര്യമാണ് എന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളും വിലയിരുത്തുന്നു. ബ്രാൻഡ് ക്രൂഡിന്റെ വില ബാരലിന് $72 വരെ കഴിഞ്ഞ ദിവസം താഴ്ന്നിരുന്നു. മഹാരാഷ്ട്ര, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നേ കുറച്ചിരിക്കുമെന്ന് തന്നെയാണ് വ്യക്തം. അതായത് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനു മുമ്പേ തന്നെ പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയ്ക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. ആഗോള വിപണിയിലെ ചലനങ്ങൾ കണക്കിലെടുത്ത് പ്രമുഖ പൊതുമേഖലാ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവ ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട്. നാണയപ്പെരുപ്പം നിയന്ത്രിക്കാനും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറവ് ഇതിനൊരു സഹായമായി മാറുന്നുണ്ട്. അമേരിക്കയിൽ എണ്ണ ശേഖരം കുറഞ്ഞതും ഈ അമേരിക്കയിലെ എണ്ണ ശേഖരം കുറഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നതും അതിന്റെ ഉൽപാദനം നിയന്ത്രിക്കാനുള്ള ഒപാക് രാജ്യങ്ങളുടെ തീരുമാനം ക്രൂഡിന് പിന്തുണയായില്ല. ഇതോടെ പൊതുമേഖലാ കമ്പനികളുടെ റിഫൈനിങ് മാർജിൻ മെച്ചപ്പെടുകയും ചെയ്തു. എണ്ണവില $90 തുടരുന്നതിനാൽ ഒരു വർഷത്തിലധികമായി കമ്പനികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതോടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയാനുള്ള അനുകൂല സാഹചര്യമാണ് പെട്രോളിയം ഡീലർമാർ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് വില കുറയുമെന്ന രീതിയിലേക്ക് സൂചനകൾ വളരുന്നത്. സർക്കാർ ഉടമസ്ഥയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവ കഴിഞ്ഞ 15 മാസമായി പെട്രോൾ, ഡീസൽ വിലകൾ ചെലവിന് അനുസൃതമായി പരിഷ്കരിച്ചിട്ടില്ല. ഇക്കാലയളവിൽ ഉണ്ടായ നഷ്ടമാണ് ഇപ്പോൾ നികത്തുന്നത്. 2022 റെക്കോർഡ് ഉയർന്ന നിരക്കിലാണ് അന്താരാഷ്ട്ര ക്രൂഡ് വില അടുത്തിടെ മയപ്പെടുത്തിയത്. പെട്രോളിന്റെ ലാഭം വർദ്ധിച്ചെങ്കിലും ഡീസലിന്റെ നഷ്ടം തുടരുകയാണ്. പെട്രോളിന്റെ ലാഭം ലിറ്ററിന് 10 രൂപയിലെത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും തുടർന്നുള്ള വില വർധന ഇതിന് പകുതിയായി കുറച്ച് 2023 ജനുവരി ആദ്യം വരെ ഡീസലിന്റെ നഷ്ടം 11 രൂപയിൽ നിന്ന് 13 രൂപയിൽ ഉയർന്നതായാണ് വ്യവസായ വൃത്തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെ, അതായത് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞത് കൊണ്ട് തന്നെ കുറയ്ക്കാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് നിർമ്മല സീതാരാമനുമായിട്ടും ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി ഹർദീപ് സിംഗ് പുരിയും പെട്രോളിയം മന്ത്രി സുരേഷ് ഗോപിയും അടക്കം ഒരു ചർച്ച ഇന്നലെ നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഈ ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത്. കൂടാതെ ഈ മാസം അവസാനത്തോടു കൂടി പെട്രോളിയത്തിന്റെ GST കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ തന്നെ ഈ ഒരു കുറയ്ക്കാനുള്ള ഒരു ധാരണയിലേക്ക് എത്തുമ്പോൾ തന്നെ വീണ്ടും പെട്രോളിന്റെ വില കുറയാനുള്ള സാധ്യതയിലേക്ക് പോകുന്നുണ്ട്. കൂടാതെ യുക്രൈൻ റഷ്യ യുദ്ധവും ഇതിനൊരു ക്രൂഡ് ഓയിലിന്റെ വില മൊത്തത്തിൽ കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്ന് തന്നെ വേണം കരുതാൻ.